അങ്ങോട്ട്. എടാ നിന്നോടല്ലേ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇട്ടോട്ട് വരുന്നേ. അച്ഛന്റെ സ്വർണ്ണപ്പല്ല് ഇതിനകത്ത് കാണുമല്ലയോ? വണ്ടിയുടെ പേപ്പർ അന്വേഷിക്കുമ്പോ അതിനകത്ത് സ്വർണ്ണപ്പല്ലൊന്നും അതാണോടാ കാര്യം? ഓ അതുകൊണ്ടൊന്നും അല്ലേ. എന്നെ പിടിച്ചിന് ജയിലിനകത്തെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വർണ്ണപ്പല്ല് വിറ്റിട്ടായാലും എന്നെ ജാമ്യത്തിൽ ഇറക്കാലോ നടത്തി ചോദിച്ചാ. നിന്നെ അല്ല നിന്റെ അച്ഛനെ ആണേലും ഞാൻ ഈ സ്വർണ്ണപ്പല്ല് വിറ്റ ജയിലിൽ നിന്നൊന്നും ഇറക്കൂല കേട്ടോ. അപ്പൊ ഞങ്ങള് എന്നെ എന്റെ അച്ഛനേക്കാളും വലുതാ അമ്മയ്ക്ക് സ്വർണ്ണപ്പല്ല്. സംശയം എന്താ? അതാടാ എനിക്ക് വലുത് സ്വർണ്ണപ്പല്ല് തന്നെയാ. അതെ ഇതൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി പറയണല്ലേ. ആ സ്വർണ്ണപ്പല്ലും കൂടി മോനെടുത്ത് കൊടുത്തേരെ. അതിനെന്താടി കുഴപ്പം? സ്വർണ്ണപ്പല്ല് എനിക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് തരും അമ്മ. അതിന്റെ പകുതി പല്ലില്ലേ, സ്വർണ്ണപ്പല്ലിന്റെ പകുതി, അത് എനിക്ക് അവകാശപ്പെട്ടതാ. അയ്യടാ, രണ്ടുപേർക്ക് ഞാൻ സ്വർണ്ണപ്പല്ല് തരുന്നില്ല, അതെന്റെതാ. ഇതന്നെയല്ല അമ്മ കാറിന്റെ കാര്യത്തിനും പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ആ കാറ് ചേട്ടൻ എഴുതി കൊടുക്കാൻ പോവല്ലേ? ഓ അപ്പൊ കാറിന്റെ കാര്യം നാത്തൂനാര് ചെവിയിലിട്ട് ഓതി തന്നല്ലേ? നാത്തൂനോ എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ചേച്ചിയോട് പറഞ്ഞു. എടി മോളെ, അതെ എനിക്കൊരു കാര്യം പറയാം. എന്ത് പറയാനാ? ഒന്നും പറയാനൊന്നുമില്ല. കാറ് എന്റെ പേരിൽ എഴുതരും. എന്താ? അപ്പൊ ഞാനാരാ? നീ ആരാന്ന് നിനക്കറിയാമല്ല, നീ എന്നോട് ചോദിക്കണേ നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. നിർത്ത്, സിനിമ ഡയലോഗ് വേണ്ട. അച്ഛനെ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ ആ കാറ് എനിക്കുള്ളതാണെന്ന്. കൊള്ളത്തിനും പച്ചക്കള്ള ആനക്കള്ളം അച്ഛനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അച്ഛാ അച്ഛാ എന്തോ അച്ഛാ അച്ഛാ. അച്ഛൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? അച്ഛന്റെ കാലശേഷം അച്ഛന്റെ കാറ് അച്ഛൻ എനിക്ക് തരും, എനിക്ക് ശേഷം എന്റെ 4 മക്കൾക്കായിട്ട് കൊടുക്കുമെന്നാ പറഞ്ഞു. അയ്യോ ആർക്കറിയാം? ആ കാറ് എനിക്ക് അവകാശപ്പെട്ടതാ. എനിക്ക് അവകാശപ്പെട്ടതാ? അടി അതൊന്നുമല്ല. ഈ കാറിന്റെ ഇപ്പൊ എന്റെ പേരിലാ ഈ കാറ് കിടക്കുന്നത്. ഞാനിതേ പ്രകാശൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. എന്നാ മോനെ പിടിച്ചേ, അതിന്റെ പേപ്പറൊക്കെ ഉണ്ട്. എടാ നീ എന്തോടാ തപ്പണേ? എടാ പേപ്പർ മാത്രമേ ഉള്ളൂ കാറിന്റെ, അല്ലാതെ ഞാൻ അതിനകത്ത് ഞാൻ വേറൊന്നും കൊണ്ട് വെച്ചിട്ടില്ല തപ്പാനായിട്ട് ഇങ്ങനെ. ഇതിനകത്ത് തെറ്റി അബദ്ധത്തിൽ വല്ല പ്രമാണം വല്ലതും കൊണ്ട് എടുത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ എന്നുള്ള സതുദ്ദേശം കൊണ്ട് ഞാൻ എടുത്തു. സരസ്വതി അമ്മയ്ക്ക് അങ്ങനെ ഒന്നും പറ്റില്ല മോനെ. പിന്നെ എടാ നീ പെട്ടെന്ന് കൊണ്ട് ശരിയാക്കടാ. ചെല്ലട്ടാ, സമയം കളയല്ലേ. മോളിലുള്ള ഒരാൾ ഇതൊക്കെ കാണണമെന്ന് ആലോചിക്കണോട്ടാ. മോളിലുള്ള ആള് കണ്ടിട്ട് എന്ത് കാര്യം? എന്നെ ജയിലിൽ നിർത്താൻ എന്റെ പ്രകാശൻ തന്നെയല്ലേ പറ്റുള്ളൂ. ജയിലങ്ങനെ കിടന്നു പോയാ അവനല്ലാതെ പിന്നെ എനിക്കാരാ? അമ്മ ഓ ഇത് കുറച്ച് കടുത്ത കൈയായി പോയിട്ടാ. എന്തോടി? അച്ഛന്റെ ആത്മാവ് ശപിക്കും, അങ്ങോട്ട് ശപിക്കും. ഒരു ശാപം ഒന്നും ഉണ്ടാവില്ല. അവനൊരാവശ്യം വന്നപ്പോ നമ്മളല്ലേ, അമ്മയല്ലേടാ ഞാനൊന്നില്ലെങ്കി തട്ടി വെച്ചെന്നാട്ടല്ലോ. കാറ് കിട്ടിയില്ല. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. നീ സമാധാനമായിട്ടിരിക്കടി, എന്തെങ്കിലുമൊക്കെ പോകാൻ വഴി അന്നേരം ഉണ്ടാവും. അപ്പൊ അവൻ പോയി കാര്യങ്ങൾ നടത്തിയിട്ട് വരട്ടെ. ഒരു കാര്യത്തിന് പോയെങ്കിൽ അത് ഇതൊന്നും തുടയ്ക്കാനും ഇവിടെ ആരില്ല. അമ്മ കാല് മാറുന്ന ഞാൻ വിചാരിച്ചില്ല. കാല് മാറിയോ? എന്റെ കാലം തന്നെ ഒരു കുഴപ്പമൊന്നും അല്ല. എല്ലാ വീട്ടിലും അമ്മമാര് പെമ്മക്കളുടെ കൂടെ നിക്ക, ഇവിടെ മാത്രം അമ്മ മക്കളുടെ കൂടെ. എന്താ ഉമ്മയാണ് വരുന്നത്? ഞാൻ പോണു. നീ പൊക്കോ. നീ തപ്പണ്? ഒന്നുമില്ല കുഞ്ഞ, ഞാൻ ഇവിടെ ഒന്ന് പൊടി അടിക്കണം മൊത്തം. തപ്പിക്ക. കാറും പോയി, എല്ലാം പോയി, പല്ലും പോയി.